So yesterday we had concluded with the very basic concepts regarding mass concept. Mass conceptുകളെ പറ്റിയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് അത് ത്രൂ ഔട്ട് 11th മാത്രമല്ല 12th മാത്രമല്ല നമ്മൾ എപ്പോഴൊക്കെ ഇതിനെ കെമിസ്ട്രി റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇതുവരെ ചെയ്ത കോൺസെപ്റ്റുകൾ atomic mass, molecular mass, gram atomic mass, gram molecular mass, molar mass, തമ്മിലുള്ള റിലേഷൻ, നമ്പർ തമ്മിലുള്ള റിലേഷൻ, ഇതെല്ലാം തന്നെ നമ്മൾ ഇന്നലെ വൈൻഡ് അപ്പ് ചെയ്തു. ആൻഡ് ബേസ്ഡ് ഓൺ വാട്ട് യു സ്റ്റഡീഡ് സോ ഫാർ വി കുഡ് കം അപ്പ് വിത്ത് സർട്ടൻ ഫോർമുലേ. ഇറ്റ് ഈസ് ബെറ്റർ ടു ബൈ ഹാർട്ട് ദോസ് ഫോർമുലേ സോ ദാറ്റ് വർക്കിംഗ് ഓഫ് ദ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. അത് ഒരു ഫോർമുല ബുക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. യു ഷുഡ് സ്റ്റാർട്ട് എ ഫോർമുല ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ ഓൾ ദ ഫോർമുല യു ആർ ഗെറ്റിംഗ്. ഇന്നലെ തന്നെ നമ്മൾ അറൌണ്ട് ഒരു 9 ഫോർമുലയോ മറ്റൊക്കെ എഴുതി. ഒരു ഫോർമുല ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ 1-2 ഫോർമുല ഓർമ്മയുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ മറ്റു ഫോർമുല. അപ്പൊ ഏത് പ്രോബ്ലം വന്നാലും പെട്ടെന്ന് ഫോർമുല ബേസ്ഡ്. സ്മോൾ n stands for number of moles, W stands for mass in gram, capital M stands for if it is atom, gram atomic mass, or if it is molecule, gram molecular mass. Same way, capital N stands for number of atoms or number of molecules. Whereas small n stands for number of moles. അതുപോലെ N subscript, capital N subscript capital A or capital N subscript 0 ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ it stands for Avogadro constant, Avogadro number. അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഫോർമുല ഒക്കെ ഓർത്ത് വെക്കുക. സ്റ്റാർട്ട് എ ഫോർമുല ബുക്ക്. ആൻഡ് ടുഡേ വി ആർ മൂവിങ് ഓൺ ടു വേരിയസ് laws of chemical combination. Today we are studying a new വേറൊരു കോൺസെപ്റ്റിലേക്ക് എത്തുകയാണ്. laws of chemical combination. So coming to laws of chemical combination, what do you mean by laws of chemical combination? എന്താണ് laws of chemical combination എന്ന് പറഞ്ഞാൽ, any chemical reaction if you take any, one second. What do you mean by laws of chemical combination? Any chemical reaction if you take, it will strictly obey a set of laws. ഏതൊരു കെമിക്കൽ റിയാക്ഷൻ എടുക്കുമ്പോഴും ചിലപ്പോൾ എലിമെന്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് ഉണ്ടാവുന്നതായിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി കോമ്പൗണ്ട് ആയിരിക്കും. അത് പുതിയ എലിമെന്റ്സോ പുതിയ കോമ്പൗണ്ട്സോ ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് കൂടുതൽ ലീഡിങ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ്. എനി കെമിക്കൽ റിയാക്ഷൻ ഇഫ് യു ടേക്ക്, it will strictly obey a set of laws. അല്ലാതെ വെറുതെ നമ്മൾ ആഡ് ചെയ്യുന്നത് മുഴുവൻ റിയാക്ട് ചെയ്യും അങ്ങനെയല്ല. റിയാക്ട് ചെയ്യുന്ന ഇവര് തമ്മിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് വൈസ് അല്ലെങ്കിൽ വെദർ ദേ റിയാക്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ ഏതൊരു റിയാക്ഷൻ നടക്കുമ്പോഴും വെറുതെ നമ്മൾ ആഡ് ചെയ്തത് മുഴുവൻ റിയാക്ട് ചെയ്തു അങ്ങനെയല്ല. കെമിക്കൽ റിയാക്ഷൻ വിൽ ഹാപ്പൻ ഒബേയിങ് എ സെറ്റ് ഓഫ് ലോസ്. അപ്പൊ ഈ ലോസിന് പറയുന്ന പേരാണ് laws of chemical combination. Laws of chemical combination. Any chemical reaction you take, it will strictly obey a set of laws called laws of chemical combination. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് laws of chemical combination. Laws of chemical combination. Laws of chemical combination. There are various laws under that. The very first law, law of conservation of mass. Law of conservation of mass. Law of conservation of mass. That's the first law. This was proposed by the scientist Lavoisier. Antoine Lavoisier എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ലോ പ്രപ്പോസ് ചെയ്തത്. Antoine Lavoisier
Antoine Lavoisier എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ലോ പ്രപ്പോസ് ചെയ്തത്. ഈ ലോയുടെ പേര് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് ഇറ്റ്സ് വെരി ക്ലിയർ. വളരെ ക്ലിയർ ആണ്, പേരിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആണ്. കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ during any chemical reaction total mass is conserved. Total mass conserve ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ? There is neither loss of mass nor gain of mass during any chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷന് മുമ്പ് ടോട്ടൽ ആയിട്ട് എത്ര മാസ് ഉണ്ടായിരുന്നോ അത് തന്നെ ആയിരിക്കും at the end of the reaction total mass. Mass is neither created, പുതിയതായിട്ട് മാസ് ഒന്നും ഉണ്ടാവുന്നില്ല, nor destroyed, ഉള്ള മാസ് നഷ്ടപ്പെടുന്നില്ല. Total mass is conserved. അതാണ് law of conservation of mass. So you can say or you can state law of conservation of mass as during any chemical reaction total mass is conserved. During any chemical reaction total mass is conserved. The total mass is conserved. Mass നശിക്കുന്നില്ല, പുതിയതായിട്ട് മാസ് ഉണ്ടാവുന്നില്ല. തുടക്കത്തിൽ എത്ര മാസ് ഉണ്ടായിരുന്നോ അത് തന്നെയായിരിക്കും ടോട്ടൽ മാസ് അറ്റ് ദി എൻഡ്. ഇൻഡിപെൻഡന്റ് നേച്ചർ മാറിയിട്ടുണ്ടാവും, റിയാക്ടന്റ് പ്രോഡക്റ്റ് ആവുമ്പോൾ അതിന്റെ കെമിക്കൽ നേച്ചർ മാറിയിട്ടുണ്ടാവും, വേറെ പ്രോഡക്റ്റുകളായിരിക്കാം. പക്ഷേ ടോട്ടൽ മാസ് കുറയണില്ല, കൂടുന്നില്ല. അതിനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, if you take a reaction carbon plus oxygen, you are burning carbon in air. You are burning carbon in air. So carbon reacting with oxygen to give carbon dioxide. C plus O2 giving CO2 എന്നുള്ള റിയാക്ഷൻ എടുക്കാൻ. C plus O2 giving CO2 എന്നുള്ള റിയാക്ഷൻ എടുത്തു എങ്കിൽ I have written an equation for that. Chemical equation ഒക്കെ എഴുതാൻ എല്ലാവർക്കും അറിയാം. Left reactants, right products. So I have written an equation for that. C in solid state plus O2 in gaseous state giving CO2 in gaseous state എന്നൊരു റിയാക്ഷൻ എഴുതിയിട്ടുണ്ട്. Now ഈ കെമിക്കൽ ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? ഇന്റർപ്രിറ്റേഷൻ ഓഫ് കെമിക്കൽ ഇക്വേഷൻ. എന്താ ഞാൻ ഈ എഴുതിയ കെമിക്കൽ ഇക്വേഷന്റെ അർത്ഥം? ഇറ്റ് മീൻസ് 1 mole carbon reacts with, ഞാൻ എഴുതിയ ഇക്വേഷന്റെ ഇന്റർപ്രിറ്റേഷൻ ആണ് ഞാൻ പറയുന്നത്. The coefficient of carbon in my equation is 1. ഒരു കാർബണെ ഞാൻ എഴുതിയിട്ടുള്ളൂ. Coefficient of O2 in my equation is 1 again. The coefficient of CO2 in my equation is 1. So what is the meaning of this equation? What do I try to explain? 1 mole carbon. Yesterday we studied mole concept. So you know what you mean by 1 mole. Avogadro number of carbon atom, 1 mole. So 1 mole carbon plus 1 mole dioxygen gas gives 1 mole carbon dioxide gas ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ സാധാരണ നമ്മൾ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക 1 mole അല്ലെങ്കിൽ എത്രയാണോ ഇതിന്റെ കോഎഫിഷ്യന്റ് അത്രയും മോൾസ് എന്നാണ്. ബിക്കോസ് നമ്മൾ ഇതിന് റിയാക്ഷൻ ചെയ്യുമ്പോൾ മോളിക്യൂളർ ലെവലിൽ എടുത്ത് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രാക്ടിക്കലി യു കനോട്ട് സേ 1 atom ultimately it becomes equal to that. പക്ഷേ ശരിക്കും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആറ്റം കാർബണും ഒരു മോളിക്യൂൾ ഓക്സിജനും കൂടി ഒരു മോളിക്യൂൾ CO2 അത് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ സം എമൗണ്ട് എടുക്കണം. അപ്പൊ അതിന്റെ ബേസിസിൽ നമ്മൾ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ ആക്ച്വലി ഇറ്റ്സ് ഇന്റർപ്രിട്ടേഷൻ ഈസ് ഇൻ ടേംസ് ഓഫ് മോൾസ് ആൻഡ് നോട്ട് ഇൻ ടേംസ് ഓഫ് മോളിക്യൂൾസ് നോർമലി. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാമെന്ന് മാത്രം, കാരണം റേഷ്യോ ഹാപ്പൻസ് ടു ബി ദ സെയിം. But actually it is the interpretation of a chemical equation is 1 mole carbon reacting with 1 mole dioxygen gas giving 1 mole carbon dioxide gas. അതാണ് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ. അല്ലാതെ 1 ഗ്രാമോ അല്ലെങ്കിൽ 1 ലിറ്ററോ 1 mole അതൊന്നും അല്ല, 1 mole വെച്ചിട്ടാണ്. എങ്കിൽ നമ്മൾ we are talking about conservation of mass. So in terms of mass, let us see 1 mole carbon. 1 mole carbon മാസ് എത്രയാ? 1 mole carbon, 1 mole carbon മാസ്
No response. Very good. 12 gram എഴുതിയിട്ടുണ്ട്. 1 mole carbon, 12 gram. And 1 mole dioxygen gas. 1 mole, very good, 32 gram എന്ന് എഴുതിയിട്ടുണ്ട്. So I have written 1 mole carbon's mass 12 gram, 1 mole dioxygen gas 32 gram, and right side the product is 1 mole CO2 എന്ന് എഴുതിയിട്ടുണ്ട്. 1 mole CO2 mass. Very good, 44 gram. 1 mole CO2 ല് carbon 12 plus 2 into 16, that comes out to be 44 gram. So 12 gram carbon, 32 gram dioxygen gas, and 44 gram carbon dioxide gas. ശരിയല്ലേ? Let us see what is the total mass of reactants here. What is the total mass of reactants here? Total mass of reactants is 12 gram plus 32 gram comes out to be 44 gram. What is the total mass of product here? There is only one product. So total mass of product here is again 44 gram. So total mass in the left equal total mass on the right. Total mass on the left equal total mass on the right. Adava total mass of reactants equals total mass of products. Appa mass korഞ്ഞിട്ടുമില്ല mass കൂടിയിട്ടുമില്ല. Both side the total mass remains same. ഇത് തന്നെയാണ് law of conservation of mass പറയുന്നത്. Law of conservation of mass states that I'm stating law of conservation of mass now, proposed by the scientist Antoine Lavoisier. Law of conservation of mass states that during any chemical reaction, total mass is conserved. During any chemical reaction, total mass of reactants is same as total mass of products. Or during any chemical reaction, mass is neither created nor destroyed. ഇതിനെയാണ് law of conservation of mass എന്ന് പറയുന്നത്. Is it fine? Yes. Now let us take another example. ഞാൻ വേറൊരു example എഴുതുകയാണ്. I say dihydrogen gas reacts with dioxygen gas to form water under specific conditions. Dihydrogenനെയും dioxygenനെയും if I allow them to react under specific conditions, it forms water. So I write the equation dihydrogen gas, H2 gas, reacting with O2 gas. It requires high temperature pressure conditions for them to undergo reaction to form water. Forming water, H2O liquid. I have written equation hydrogen gas, dihydrogen gas reacting with dioxygen gas forming water, liquid water energy tender. Reactants are hydrogen and oxygen. Product is water. How do I interpret this equation? Nokam. I have written the ഞാൻ എഴുതിയ equation interpret ചെയ്യാണ്. 1 mole dihydrogen gas, 1 mole dioxygen gas, 1 mole liquid water ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. Right? 1 mole dihydrogen gas. Mass. നമ്മൾ conservation of mass ആ പഠിക്കുന്നത്. So let's convert it into mass. 1 mole dihydrogen gas. എത്രയാ mass എഴുതുക നമ്മള്? 1 mole dihydrogen gas 2 gram. 1 mole dioxygen gas. എത്രയാ എഴുതുക? Atomic mass 16. അപ്പൊ dioxygen gas 32 gram. 1 mole liquid water. 2 hydrogens and 1 oxygen. Very good. 18 gram എഴുതി കാണിച്ചിട്ടുണ്ട്. 18 gram. Let us see on left. The reactants are hydrogen and oxygen. Left total mass 2 plus 32, 34 gram. Left total mass 34 gram. Right total mass 18. So what about law of conservation of mass? I told you any chemical reaction
It will strictly obey laws of chemical combination. So definitely it will obey law of conservation of mass. എങ്കിൽ ഞാൻ എഴുതിയിരിക്കുന്നതിനനുസരിച്ച് total mass of reactants came out to be 34 gram, whereas total mass of product came out to be 18 gram. What is wrong? Very good. We need to balance the equation there. അപ്പൊ ഇവിടെ ലെഫ്റ്റിൽ ആകെ 2 H atoms ആണുള്ളത്. Dependent existence molecule ആണ്. പക്ഷെ if you count the total number of atoms, 2 H atoms, 2 O atoms. When you go to write 2 H atoms ഉണ്ടെങ്കിലും 1 O ഉള്ളൂ. So we need about O എവിടെ പോയി ചോദിക്കും. So we need to balance this equation. Very good. The balanced equation, Rohan, Sana, Fatima ഒക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. Very good. അപ്പൊ നമ്മൾ ഇവിടെ ഇതിനെ ബാലൻസ് ചെയ്യണം. എങ്ങനെയാ? 2H2 in gaseous state plus O2 in gaseous state giving 2H2O in liquid state. I balance the equation. തൊട്ട് മുമ്പ് ഞാൻ എഴുതിയത് unbalanced equation ആയിരുന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അതിനെ ബാലൻസ് ചെയ്ത് എഴുതി. എങ്ങനെയാ ബാലൻസ് ചെയ്ത് എഴുതിയത്? 2H2 plus O2 gives 2H2O എന്ന് ബാലൻസ് ചെയ്ത് എഴുതി. Now mass എഴുതുമ്പോൾ 2H2, 2 into 2 gram, 4 gram. 1 mole O2, 32 gram. 2 mole water, 2 into 18 comes out to be 36 gram. Now when you come to the left, the total mass comes out to be 32 plus 4, 36 gram. Right side, total mass of product is 36 gram. Right side, total mass of product is 36 gram. Now you see, total mass of reactants equals total mass of products. Law of conservation of mass is obeyed. So now you understand why we need to balance chemical equations. എന്തിനാണ് കെമിക്കൽ ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യണം എന്ന് പറയുന്നത്? If you write an unbalanced equation, it is the violation of law of conservation of mass. We should never write an unbalanced chemical equation. Because writing an unbalanced chemical equation is violation of law of conservation of mass. Any chemical reaction, if it undergoes, it will definitely obey law of conservation of mass. So writing an unbalanced chemical equation is the violation of law of conservation of mass, or chemical equations are balanced in accordance with which law in the question vararundi. Entrance il vannittulla question aanu idinu mumba. Chemical equation is balanced in accordance with ennu paranja 4 laws inde peru tharum. Appo edu law ningal ezhudum? Chemical equations are balanced in accordance with, athava based on enna paranja 4 laws inde peru tharum. Appo adile edu law sheri? Law of conservation of mass. Appo endinana chemical equation balance cheyyunnathu? Nammal chemical equation, yes, Samra has answered law of conservation of mass. Very good. Appo nammal endinana chemical equation balance cheyyunnathu? Balance cheyyade ezhudiyal nammal valare pradhanapetta oru law of chemical combination inde violation aanadu. It will never happen. Always total mass is conserved. Itrayullu law of conservation of mass. Very simple. Yes. So we are moving on to second law of chemical combination. രണ്ടാമത്തെ law of chemical combination ലേക്ക് move ചെയ്യാണ്. The second law of chemical combination is law of constant composition. Law of constant composition or law of definite proportion or law of definite proportion. അടുത്ത law പറയാണ് law of constant composition or law of definite proportion. In the law of constant composition or
അപ്പൊ ഇവര് റിയാക്ട് ചെയ്ത ഒരു കോമ്പൗണ്ട് ഉണ്ടായി, ഒരു പ്രോഡക്റ്റ് ഉണ്ടായി. സേ വാട്ടർ ഈസ് ഫോംഡ്. വാട്ടർ ഉണ്ടായി, ഒരു പർട്ടിക്കുലർ റിയാക്ഷനിൽ കൂടി വാട്ടർ ഉണ്ടായി, അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സിൽ കൂടി വാട്ടർ കിട്ടി. We need not think about the source here. Ultimately, the product is formed, water is formed. Now, whatever be the source of water, എനിക്ക് ഏത് സോഴ്സിൽ നിന്ന് വേണമെങ്കിൽ വാട്ടർ, ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്ത് വാട്ടർ കിട്ടാം. അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് വിത്ത് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉണ്ട്, അവരെ എവാപ്പറേറ്റ് ചെയ്ത് അതിൽ നിന്ന് വരുന്ന വാട്ടർ ആയിരിക്കാം. അതുമല്ല എങ്കിൽ എന്താ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വാട്ടർ സോഴ്സിൽ നിന്ന് നമ്മൾ കിട്ടുന്ന വാട്ടർ ആയിരിക്കാം. പ്യൂർ വാട്ടർ എടുക്കുകയാണ്, വെല്ലോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ കിട്ടുന്ന വാട്ടർ ആയിരിക്കാം. അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറിനെ കണ്ടൻസ് ചെയ്ത് എന്റെ കയ്യിൽ കിട്ടുന്ന വാട്ടർ ലിക്വിഡ് ഫോമിലായിരിക്കാം. Whatever be the source of water, every water molecule if you take, it will have always hydrogen and oxygen. No other element will be there in it. That too, for every 2 gram hydrogen, definitely there will be 16 gram. വാട്ടറിന്റെ മോളിക്കുലർ ഫോർമുല മാറിക്കണ്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. വാട്ടർ ഈസ് ഓൾവേസ് H2O. Water is always H2O. Irrespective of where you get that water from, it's always H2O. Meaning, for every 2 gram, every 2 gram hydrogen ഉറപ്പായിട്ട് 16 gram oxygen ഉണ്ടായിരിക്കും. അതിനേക്കാൾ കുറയൂല, കൂടൂല. 2 gram ഹൈഡ്രജന് അല്ല 1 gram ഹൈഡ്രജനേ ഉള്ളൂ എങ്കിൽ 8 gram ഓക്സിജൻ ഉണ്ടായിരിക്കും. For every 2 gram hydrogen, 16 gram oxygen. അഥവാ 1 gram ഹൈഡ്രജൻ ആണ് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് 8 gram ഓക്സിജൻ ഉണ്ടായിരിക്കും. 18 gram വാട്ടർ ആണെങ്കിൽ 2 gram ഹൈഡ്രജനും 16 gram വാട്ടർ ഓക്സിജനും ആയിരിക്കും. അല്ല 9 gram വാട്ടർ എടുത്തുള്ളൂ എങ്കിൽ അതിന് 1 gram ഹൈഡ്രജനും 8 gram ഓക്സിജനും ഉണ്ടായിരിക്കും. Now the question is, ഒരാൾ അവിടെ ഡൗട്ട് ചോദിച്ചിരുന്നു, what about heavy water? What is heavy water? Is D2O. In D2O, each deuterium is 2 AMU. Protium 1 AMU. Deuterium double the mass ആണ്, 2 AMU വരും. 2 AMU സ്ട്രിക്റ്റ് ആയിട്ട് 2 AMU അല്ല, 2 points ആണ് നമ്പർ, നമ്മൾ അതിനെ റൗണ്ട് ചെയ്യുന്നു 2 AMU. അപ്പൊ അങ്ങനെ 2 deuterium എന്ന് പറയുമ്പോൾ 4. So in heavy water ആണെങ്കിൽ for every 4 gram water, 4 gram deuterium, there will be 16 gram oxygen. അതും ഫിക്സ്ഡ് ആണ്. ഹെവി വാട്ടർ എടുത്താൽ അതില് കോമ്പസിഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, മാറില്ല. അതിൽ എലിമെന്റ്സ് സെയിം ആയിരിക്കും, അവരുടെ മാസ് റേഷ്യോ മാറില്ല. whoever be the source. Water is different from heavy water, right? അതിലെ മാസ് റേഷ്യോ എന്താന്ന് ചോദിച്ചാൽ അവിടെ each deuterium 2, അങ്ങനെ 2 deuterium 4, അപ്പൊ 4:16. Whereas water എടുത്തു കഴിഞ്ഞാൽ it will always be 2:16 അഥവാ 1:8. That's not going to change. അപ്പോ water, irrespective of its source, it will always have hydrogen and oxygen combined in the mass ratio 1:8. It's not going to change. Clear ആയോ? അല്ല deuterium ആണെങ്കിൽ I told it 4:16 അഥവാ 1:4. It's not going to change. അപ്പൊ ഇതിനെയാണ് law of constant composition അഥവാ law of definite proportion proposed by the scientist Joseph Proust. Joseph Proust എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇതിനെ പ്രൊപ്പോസ് ചെയ്തത്. So law of constant composition or law of definite proportion proposed by Joseph Proust states that the same compound, if you are talking about the same compound always contains the same set of elements. ഏത് സോഴ്സിൽ നിന്ന് കിട്ടിയ വാട്ടർ ആയാലും ഹൈഡ്രജനും ഓക്സിജനും തന്നെ, ഏത് സോഴ്സിൽ നിന്ന് കിട്ടിയ ഹെവി വാട്ടർ ആയാലും ഡ്യൂറ്റീരിയം ഓക്സിജൻ തന്നെ മാറില്ല. So the same compound always contains same set of elements in the same definite proportion by mass, irrespective of its source. Law of constant composition
or law of definite proportion states that the same compound always contains the same set of elements combined together in the same definite proportion by mass, irrespective of its source. ആദ്യമായിട്ട് ജോസഫ് പ്രൂസ്റ്റ് ഇത് പ്രൂവ് ചെയ്ത കോമ്പൗണ്ട് ആണ് കോപ്പർ കാർബണേറ്റിലാണ് ഇത് പ്രൂവ് ചെയ്തത്. He could prove that copper carbonate prepared in the lab. Copper carbonate നെ ലാബിൽ പ്രിപ്പയർ ചെയ്യാം. അതേസമയം കോപ്പർ കാർബണേറ്റ് നേച്ചറിൽ ഉണ്ടാവാറുണ്ട്. നമ്മള് ക്ലാവ് പിടിച്ച പാത്രങ്ങൾ എന്ന് പറയാൻ, ക്ലാവ് എന്ന് കണ്ട ഒരു ഗ്രീനിഷ് മെറ്റീരിയൽ നേച്ചറിൽ ഉണ്ടാവും. കോപ്പറിന്റെ എന്താ നമ്മൾ അതിന് പറയാ, റസ്റ്റിംഗ്, കോപ്പറിന്റെ കൊറോഷൻ എന്ന് പറയും. അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ, മോയിസ്ചർ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആയിട്ട് ബേസിക് കോപ്പർ കാർബണേറ്റ് ഉണ്ടാവാറുണ്ട് നേച്ചറിൽ. കോപ്പറിൽ ആ പച്ച കളർ ഉണ്ടാവുന്നത്. അപ്പോ അത് നാച്ചുറൽ ആയിട്ട് അതിൽ നിന്ന് കോപ്പർ കാർബണേറ്റ് കിട്ടും. അപ്പൊ നാച്ചുറലി കിട്ടുന്ന കോപ്പർ കാർബണേറ്റും ലാബിലെ കോപ്പർ കാർബണേറ്റ് ഉണ്ടാക്കിയതും കൂടി കമ്പയർ ചെയ്ത് നോക്കിയപ്പോ രണ്ട് ഡിഫറെന്റ് സോഴ്സിൽ നിന്ന് കിട്ടി. ഇപ്പൊ ലാബിൽ നിന്ന് കിട്ടിയ കോപ്പർ കാർബണേറ്റ് ആയാലും അതേസമയം നേച്ചറിൽ നിന്ന് കിട്ടിയ കോപ്പർ കാർബണേറ്റ് ആയാലും അതിലെ കോപ്പർ, കാർബൺ, ഓക്സിജൻ മാസ് റേഷ്യോ മാറിയില്ല. മനസ്സിലായോ? അതിന്റെ മാസ് റേഷ്യോ മാറിയില്ല, സെയിം ആയിരുന്നു. സോ നമ്മൾ ഒന്നും കൂടി ഈ സ്റ്റേറ്റ്മെന്റ് പറയാണ്. അപ്പൊ ഇത് ക്ലിയർ ആയോ? അപ്പൊ ആദ്യമായിട്ട് ഇത് പ്രൂവ് ചെയ്ത കോമ്പൗണ്ട് ആണ് കോപ്പർ കാർബണേറ്റ്. നാച്ചുറൽ ആയിട്ട് കിട്ടിയ കോപ്പർ കാർബണേറ്റ് ആയാലും ലാബിൽ ഉണ്ടാക്കിയ കോപ്പർ കാർബണേറ്റ് ആയാലും കോപ്പർ ടു കാർബൺ ടു ഓക്സിജൻ മാസ് റേഷ്യോ റിമെയിൻ സെയിം. അപ്പൊ irrespective of source. So I am going to just state law of constant composition or law of definite proportion. Now, law of constant composition or law of definite proportion proposed by Joseph Proust states that the same compound always contains the same set of elements combined together in the same definite proportion by mass, irrespective of its source. Law of constant composition or law of definite proportion states that the same compound always contains the same set of elements combined together in the same definite proportion by mass, irrespective of the source. Is it fine? Is it okay? അപ്പൊ ഇതിനെയാണ് നമ്മള് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഓർ ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യെസ് ഓർ നോ? യെസ്. അപ്പൊ നമ്മൾ അടുത്ത ലോയിലേക്ക് പോവുകയാണ്. The next law is, the third law is law of multiple proportion. Law of multiple proportion proposed by the scientist John Dalton. ജോൺ ഡാൾട്ടൺ എന്ന സയന്റിസ്റ്റ് ആണ്. ജോൺ ഡാൾട്ടന്റെ ഫേമസ് എന്താ കേട്ടിരിക്കണേ? ജോൺ ഡാൾട്ടൺ ഫേമസ് ഫോർ ഹിസ് അറ്റോമിക് തിയറി. പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ അല്ലേ? അറ്റോമിക് തിയറി, ജോൺ ഡാൾട്ടന്റെ അറ്റോമിക് തിയറി. അതാണ് ജോൺ ഡാൾട്ടനെ നമ്മൾക്കൊക്കെ എത്രയും ഫെമിലിയർ ആക്കിയത് അറ്റോമിക് തിയറി പഠിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മള് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പ്രപ്പോസ് ബൈ ദ സയന്റിസ്റ്റ് ജോൺ ഡാൾട്ടൺ, അതാണ് അടുത്ത ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹിയർ ഐ റൈറ്റ് H2O. I also write H2O2. I write H2O. I also write H2O2. My question is, are they same? ഞാൻ H2O എന്ന് എഴുതിയിട്ടുണ്ട്.
H2O2 എന്ന് എഴുതിയിട്ടുണ്ട്. No എന്ന് എഴുതി എല്ലാവരും no 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 എന്ന് എഴുതി കാണിക്കും. Very good. They are not same. Is there anything common between them? Is there anything common in them? Yes. Is there anything common in them? What is common in them? Randilum made up of only two elements, hydrogen and oxygen. Both these are made up of just hydrogen and oxygen. Adana very common. But same alla. They are not same. Though they are made up of same elements, they are not same. How do you prove that they are not same? I take H2O. What is the mass ratio of hydrogen to oxygen in H2O? What is the mass ratio of hydrogen to oxygen in H2O? For every 2 gram hydrogen, there will be 16 gram oxygen. I have written the mass ratio here, not number ratio. And mass ratio for every 2 gram hydrogen, there will be 16 gram oxygen. Adava 1:8 ratio. That's water. That's water. Whereas H2O2, for every 2 gram hydrogen, there will be gram oxygen and 32 gram, 2 into 16, 32 gram oxygen. So 2:32 or 1:16. So when I compare H2O and H2O2, their mass, though they are made up of same set of elements, their mass ratio are different. One is 1:8, water is 1:8, whereas hydrogen peroxide, this compound is called hydrogen peroxide, it is 1:16. Since though they are made of same set of elements, since they differ in the mass ratio, it is the violation of law of definite proportion. It is the violation of the previous law we studied. If it had it been the same compound, had they been the same compound, they would have obeyed law of definite proportion, law of constant composition. Avare same compounds aayirunnuengil they would have obeyed law of constant composition, law of definite proportion. പക്ഷെ ഇതിന്റെ mass ratio 1:8 ഉം ഇതിന്റെ mass ratio 1:16 ഉം ആണ്. They don't obey law of definite proportion. They don't obey law of constant composition. അതുകൊണ്ട് തന്നെ ഇവര് same compounds അല്ല. Why they are not same compounds എന്ന് ചോദിച്ചാൽ ഉടനെ ഏത് ലോയുടെ ബേസിസിലാണ് നമ്മൾ same compound അല്ല ഇതെന്ന് പറയുന്നത്? ഇങ്ങനെയൊക്കെയാണ് എൻട്രൻസിൽ ക്വസ്റ്റ്യൻ വരിക. 4 ലോസിന്റെ പേര് തരും. ഇത് സെയിം കോമ്പൗണ്ട് അല്ല എന്ന് നമ്മൾ പറയുന്നത് ഏത് ലോയുടെ ബേസിസിലാണ്? Law of definite proportion, law of constant composition ന്റെ ബേസിസിലാണ് നമ്മൾ ഇത് same compounds അല്ല. കാരണം though they are made of same set of elements, they differ in their mass ratio. Is it okay? അപ്പോൾ ഇത് different compounds ആണ്. ഇവർ different compounds ആകുമ്പോൾ ഞാൻ just compare ചെയ്യാണ്. In the first case, in case of in case of H2O, first case, if I take 1 gram hydrogen, അത് എത്ര gram oxygen ആയിട്ട് combine ചെയ്യും? Water എടുക്കുകയാണെങ്കിൽ 1 gram hydrogen എത്ര gram oxygen ആയിട്ട് combine ചെയ്യും? If I take water, 1 gram hydrogen combines with how much of oxygen? Very good, 8 gram oxygen. Right? 1 gram hydrogen has combined with 8 gram oxygen. Whereas in case of hydrogen peroxide, H2O2, 1 gram hydrogen combines with 1 gram hydrogen combines with etra gram oxygen? Very good, Srichand has answered 16 gram oxygen.
So if I take same mass of hydrogen in both compounds, if I take same mass of hydrogen in water and hydrogen peroxide, water let's say hydrogen 1 gram, hydrogen peroxide same 1 gram hydrogen eduttal, what is the ratio of masses of oxygen combining with each other? If I take 1 gram hydrogen, 8 gram, same 1 gram hydrogen peroxide eduttal 16 gram. So what is the mass ratio of oxygen in these compounds? 8:16. In water it is 8. In hydrogen peroxide it is 16. So it is 8:16. You can simplify it to 1:2. A simple whole number ratio. A simple whole number ratio. This is what exactly is law of multiple proportion says. And the law of multiple proportion parayunnathu, if two elements combine to form more than one compound, if two elements combine to form more than one compound, then ratio of different masses of one of the elements, the ratio of different masses of one of the elements combining with the fixed mass of the other element, the ratio of different masses of one of the elements combining with the fixed mass of the other element will be a simple whole number ratio. അതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഇതിനെയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറഞ്ഞു, ദ റേഷ്യോ ഓഫ് ഡിഫറെന്റ് മാസസ് ഓഫ് ഓക്സിജൻ. ഇവിടെ റേഷ്യോ ഓഫ് ഡിഫറെന്റ് മാസസ് ഓഫ് ഓക്സിജൻ, അതാണ് one of the elements different masses combining with fixed mass of other element. ഇവിടെ ആരുടെ ഫിക്സ്ഡ് മാസ് ഞാൻ എടുത്തത്? ഹൈഡ്രജൻ. ആ റേഷ്യോ എന്തായിരിക്കും? ഡിഫറെന്റ് മാസസ് ഓഫ് വൺ ഓഫ് ദി എലിമെന്റ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. 1:2, 1:3 ഇങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതിയിടുകയാണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. അവിടെ law of multiple proportion, law of multiple proportion states that, proposed by whom? Proposed by John Dalton. Proposed by John Dalton states that when two elements combine to form more than one compound. For example, hydrogen and oxygen combining to form water and hydrogen peroxide. So when two elements combine to form more than one compound, then the ratio of different masses, the ratio of different masses of one of the elements, the example we have taken just now, ഏത് എലിമെന്റിന്റെ ഡിഫറെന്റ് മാസസ് എടുത്ത്? ഓക്സിജന്റെ. നമ്മളിപ്പോ തൊട്ട് മുമ്പ് ചെയ്ത എക്സാമ്പിളില്
വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡില് ഡിഫറെന്റ് മാസസ് ആദ്യം എടുത്ത ഓക്സിജന്റെ ഡിഫറെന്റ് മാസ് അതിന്റെ റേഷ്യോ. So ratio of different masses of one of the elements combining with the fixed mass of. Example നമ്മൾ fixed mass ആദ്യം എടുത്തേ ഹൈഡ്രജന്റെ fixed mass 1 gram എടുത്തു നോക്കി. ഹൈഡ്രജന്റെ 1 gram രണ്ടിലും എടുത്താൽ what is the different masses of oxygen combining with the fixed mass of the other element. The fixed mass of the other element will be a simple whole number ratio. ഇതിനെയാണ് law of multiple proportion എന്ന് പറയുന്നത്. Law of multiple proportion proposed by John Dalton states that when two elements combine to form more than one compound, then the ratio of different masses of one of the elements combining with the fixed mass of the other element will be a simple whole number ratio. Clear ayo? So നമ്മൾ ഇവിടെ ചെയ്ത എക്സാമ്പിളില് H2O and H2O2 എക്സാമ്പിളില് നമ്മൾ ഇപ്പൊ ചെയ്തത് 1 gram ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ 16 gram ഓക്സിജൻ എന്ന് കണ്ടു. സോറി 8 gram ഓക്സിജൻ എന്ന് കണ്ടു വാട്ടറില്. ഇത് തന്നെ H2O2ല് 1 gram ഹൈഡ്രജൻ എടുത്തപ്പോൾ 16 gram ഓക്സിജൻ എന്ന് കണ്ടു. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തത് fixed mass hydrogen ratio of different masses of oxygen ആണ് ഇവിടെ നമ്മൾ ചെയ്തത്. law of multiple proportion ആരെ വേണമെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് എടുക്കാം. അപ്പൊ മറ്റേയാളുടെ ഡിഫറെന്റ് മാസസ് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. അപ്പൊ നമ്മൾ ഇവിടുത്തെ എക്സാമ്പിളിൽ ഹൈഡ്രജൻ ഫിക്സ്ഡ് ആയിട്ട് എടുത്തിട്ട് ഓക്സിജന്റെ ഡിഫറെന്റ് എടുത്തു. എനിക്ക് തിരിച്ചും ചെയ്യാം. I can also do it the other way round. എങ്ങനെയാണ് ഞാൻ തിരിച്ചും ചെയ്യുന്നത്? H2O and H2O2 എടുത്തു വെച്ചു. ഇതില് 2 gram ഹൈഡ്രജന് 16 gram ഓക്സിജൻ. ഇതില് 2 gram ഹൈഡ്രജന് 32 gram ഓക്സിജൻ. 2 gram ഹൈഡ്രജന് 16 gram ഓക്സിജൻ. ഇവിടെ 2 gram ഹൈഡ്രജന് 32 gram ഓക്സിജൻ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? I am going to keep fixed mass of oxygen. Very good. Srichand has answered it just 2:1. Very good. അപ്പൊ ഞാൻ ഇവിടെ ഓക്സിജനെ ഫിക്സ്ഡ് ആക്കി വെക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നു 16 gram ഓക്സിജൻ 2 gram ആയിട്ട് കമ്പൈൻ ചെയ്യുമെങ്കിൽ H2O2ല് 32 ഗ്രാമിന് പകരം 16 gram പോയി എടുത്തുള്ളൂ എങ്കിൽ H2O2ല് 32 ഗ്രാമിന് പകരം 16 ഗ്രാമേ എടുത്തുള്ളൂ എങ്കിൽ ഇവിടെ ഇതിന്റെ പകുതിയല്ലേ ഉണ്ടാവുള്ളൂ. അത് എത്രയാ? 1 gram hydrogen. Now what I have done, I have taken fixed mass of oxygen and I have seen what is the ratio of different masses of hydrogen. So law of multiple proportion ചെയ്യുമ്പോൾ എപ്പോഴും ഒരു എലിമെന്റ് തന്നെ ഫിക്സ്ഡ് മറ്റേയാൾ ചെയ്യും അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. ഒരാളെ ഫിക്സ്ഡ് ആക്കിയിട്ട് വെച്ചാൽ മറ്റേയാളുടെ ഡിഫറെന്റ് മാസിന്റെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ 16 gram or 2 gram ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തു. I want to keep oxygen's mass fixed. So here 32 gram 2 gramന് ഞാൻ 32 16 ഉള്ളൂ എങ്കിൽ 1 gram ഉണ്ടാവുള്ളൂ. So what is the ratio of different masses of hydrogen here? What is the ratio of different masses of hydrogen here? 2:1. A simple whole number ratio. അപ്പോ എനിക്ക് ആരെ വേണമെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് എടുക്കാം. മറ്റേ ആളുടെ ഡിഫറെന്റ് മാസിന്റെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. Is it okay? Right? Suppose if I write
a compound formed between two elements X and Y. A compound formed between two elements X and Y. എത്ര ഗ്രാമാണെന്ന് കൂടി പറയാം. I have written 40 grams of a compound formed between two elements X and Y on complete decomposition released 20 grams of X. Released 20 grams of X. In another experiment, when X and Y were allowed to react to form a compound, for 16 grams X, to form a compound, 16 grams of X completely reacted with 64 grams Y. 16 grams of X completely reacted with 64 grams of Y. The above data illustrates law of constant proportion, law of conservation of mass, law of multiple proportion. ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് എൻട്രൻസിൽ ക്വസ്റ്റ്യൻസ് വരിക. നിങ്ങളൊരു ഡാറ്റ തന്നിട്ട് ഈ ഡാറ്റ ഏത് ലോനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഒരു ഓപ്ഷനും കൂടി തരും, ഏതെങ്കിലും ഒരു ലോയുടെ പേര് തരും, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് കണ്ടീഷൻസിലാണ് കോമ്പൗണ്ട്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സാമ്പിൾ അല്ലെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ എക്സ്പെരിമെന്റ് 1 എന്താ പറയുന്നത്? 40 grams of a compound formed between only two elements. Which are the two elements? X and Y. X ഉം Y ഉം കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോമ്പൗണ്ടിന്റെ 40 gram എടുത്തു. എന്നിട്ട് അതിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡികമ്പോസ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് X ഉം Y ഉം ആക്കുകയാണ്. അപ്പൊ 40 gram കോമ്പൗണ്ട്, ആ കോമ്പൗണ്ടിൽ X ഉം Y ഉം മാത്രമുള്ള ഒരു കോമ്പൗണ്ടിന്റെ 40 gram എടുത്ത് ഞാനതിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തു, ഡികമ്പോസ് ചെയ്തപ്പോൾ അത് X ഉം Y ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അത് എത്ര ഗ്രാം X ആണ് റിലീസ് ചെയ്തു എന്ന് പറയുന്നത്? 20 gram. അപ്പൊ 40 gram കോമ്പൗണ്ടിൽ നിന്ന്, ആ കോമ്പൗണ്ടിൽ X ഉം Y ഉം മാത്രമേ ഉള്ളൂ. അപ്പൊ 40 gram കോമ്പൗണ്ടിൽ നിന്ന് 20 gram X റിലീസ് ചെയ്തുവെങ്കിൽ വൈയുടെ മാസ് എന്തായിരിക്കും ഇതില് ആ കോമ്പൗണ്ടിൽ? വെരി ഗുഡ്, 20 gram. വെരി ഗുഡ്, 20 gram എഴുതി കാണിക്കുന്നുണ്ട് എല്ലാവരും. എങ്കിൽ ഈ ഫസ്റ്റ് കോമ്പൗണ്ടിൽ
what is the mass ratio of x to y? X is to y mass ratio എന്താണ്? ഞാൻ മാസിനെ W എന്ന് എഴുതുന്നു. അപ്പൊ ഫസ്റ്റ് കോമ്പൗണ്ടിൽ WX എന്ന് പറഞ്ഞാൽ mass of x is to mass of y. mass ratio എന്താണ്? പെട്ടെന്ന് ഏകാവട്ടെ. mass ratio എന്താണ് ഫസ്റ്റ് കോമ്പൗണ്ടിൽ? 40 ഗ്രാം കോമ്പൗണ്ടിനെ ഞാൻ എക്സും വൈയും മാത്രമുള്ള 40 ഗ്രാം കോമ്പൗണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡികമ്പോസ് ചെയ്തപ്പോൾ 20 ഗ്രാം എക്സ് കിട്ടി. എങ്കിൽ എത്ര ഗ്രാം വൈ ഉണ്ടാവും? 20 ഗ്രാം വൈ ഉണ്ടാവും. എങ്കിൽ ആ കോമ്പൗണ്ടിൽ ഫസ്റ്റ് കോമ്പൗണ്ടിൽ വാട്ട് ഈസ് ദ മാസ് റേഷ്യോ ഓഫ് എക്സ് ഈസ് ടു വൈ? ദ മാസ് റേഷ്യോ എന്താണ്? 20:20 അല്ലേ? എന്താ ഇതിന്റെ മാസ് റേഷ്യോ? 1:1 എന്ന് പറഞ്ഞ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ കോൺസെപ്റ്റ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം. എക്സും വൈയും മാത്രമല്ല 40 ഗ്രാം കോമ്പൗണ്ടിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡികമ്പോസ് ചെയ്തപ്പോൾ 20 ഗ്രാം എക്സ് റിലീസ് ചെയ്തു. എങ്കിൽ ബാക്കിയുള്ളത് വൈ. എങ്കിൽ അവരുടെ മാസ് റേഷ്യോ എന്താണ്? WX is to WY എന്താണ്? 20:20. 1:1 ആണ് ആദ്യത്തെ മാസ് റേഷ്യോ. ഇത് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? മനസ്സിലായോ? പ്ലീസ് റെസ്പോണ്ട്. യെസ്, മനസ്സിലായിട്ടുണ്ട്. എഴുതി കാണിക്കണ്ടേ? വെരി ഗുഡ്. അപ്പൊ നമുക്ക് 1:1 മാസ് റേഷ്യോ. അടുത്ത കോമ്പൗണ്ടിലേക്ക് കടക്കാം. അടുത്ത കോമ്പൗണ്ടിൽ എന്താ പറയുന്നത്? വേറൊരു എക്സ്പെരിമെന്റ് ചെയ്തു. വേറൊരു എക്സ്പെരിമെന്റില് ഞാൻ എന്താ ചെയ്ത? കുറെ എക്സും കുറെ വൈയും എടുത്ത് റിയാക്ട് ചെയ്ത് അവര് തമ്മിലൊരു കോമ്പൗണ്ട് ഉണ്ടാക്കി. ആദ്യത്തെ എന്റെ കയ്യിൽ എക്സും വൈയുടെ കോമ്പൗണ്ട് ഉണ്ടായിരുന്നു. അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡികമ്പോസ് ചെയ്ത് എക്സും വൈയും ആക്കി. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ എക്സിന്റെ മാസം അതിൽ നിന്ന് കിട്ടിയ വൈയുടെ മാസം റേഷ്യോ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഫസ്റ്റ് കോമ്പൗണ്ടിൽ എക്സ് ടു വൈ മാസ് റേഷ്യോ 1:1 ആണെന്ന്. 1 ഗ്രാം എക്സ് ഉണ്ടെങ്കിൽ അത് 1 ഗ്രാം വൈയുമായിട്ട് കമ്പൈൻ ചെയ്യുമെന്ന് മനസ്സിലായി. രണ്ടാമത്തെ കേസിൽ ഞാൻ വേറൊരു എക്സ്പെരിമെന്റ് ചെയ്തു. ഇതേ എലിമെന്റ്സ് എക്സും വൈയും എടുത്തിട്ട് വേറൊരു എക്സ്പെരിമെന്റ് ചെയ്തു. അവിടെ എന്താ ചെയ്തത്? ഞാൻ എലിമെന്റ് എക്സും എലിമെന്റ് വൈയും എടുത്തിട്ട് ഞാൻ അവരെ പ്രോപ്പർ കണ്ടീഷൻ റിയാക്ഷൻ കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ട് അവരെ റിയാക്ട് ചെയ്യാൻ അനുവദിച്ചു. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ. അപ്പൊ ആ റിയാക്ഷൻ കണ്ടീഷൻസിൽ ഉണ്ടായ കോമ്പൗണ്ട് എങ്ങനെയാ ഉണ്ടായത്? 16 ഗ്രാം എക്സിന് എത്ര ഗ്രാം വൈനെ കൺസ്യൂം ചെയ്തു കോമ്പൗണ്ട് ഉണ്ടാവാൻ? 16 ഗ്രാം എക്സ് എത്ര ഗ്രാം വൈനെ കൺസ്യൂം ചെയ്തു ആ കോമ്പൗണ്ട് ഉണ്ടാവാൻ? 64 ഗ്രാം വൈ കൺസ്യൂം ചെയ്തിട്ട് ഒരു പുതിയ കോമ്പൗണ്ട് ഉണ്ടായി. 16 ഗ്രാം എക്സ് 64 ഗ്രാം വൈയുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു പുതിയ കോമ്പൗണ്ട് ഉണ്ടായി. അപ്പൊ 64 + 16 എത്രയാ? 80 ഗ്രാം കോമ്പൗണ്ട്. 80 ഗ്രാം കോമ്പൗണ്ട് ഉണ്ടായിട്ടുണ്ടാകും. എങ്കിൽ ഇവിടെ ഈ പുതിയ കോമ്പൗണ്ടിൽ വാട്ട് ഈസ് ദ മാസ് റേഷ്യോ? പുതിയ കോമ്പൗണ്ടിൽ what is the mass ratio of x is to y? WX is to WY 16:64 ആണ്. അപ്പോ 16:64 ആണ്. You can 16:64 16 4 times 64. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റേഷ്യോ എഴുതാം. 1:4. 1:4. My question is ഫസ്റ്റ് എക്സ്പെരിമെന്റിലെ കോമ്പൗണ്ടും സെക്കൻഡ് എക്സ്പെരിമെന്റിലെ കോമ്പൗണ്ടും സെയിം ആണോ? ഫസ്റ്റ് എക്സ്പെരിമെന്റ് നോ. വെരി ഗുഡ്. ബിക്കോസ് ഇറ്റ് വയലേറ്റ്സ്. ഫസ്റ്റ് എക്സ്പെരിമെന്റിലെ മാസ് റേഷ്യോ 1:1 ആണെങ്കിൽ സെക്കൻഡ് എക്സ്പെരിമെന്റിലെ മാസ് റേഷ്യോ 1:4 ആണ്. വയലേറ്റ്സ് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. വയലേറ്റ്സ് ലോ ഓഫ്, കാരണം അവരുടെ മാസ് റേഷ്യോ മാറി. അതുകൊണ്ട് they are not same compounds. Engil this data illustrates first compound il 1 gram x eduttal it combines with 1 gram y, and in the second compound if I take 1 gram x it combines with 4 gram y. So what is the ratio of different masses of y combining with fixed mass of x? What is the ratio of different masses of y combining with fixed mass ratio of x? എന്താണ്?
1:4 ratio. The ratio of different masses of Y combining with fixed mass of X in experiment 1, അതായത് compound 1 and compound 2, 1:4. തിരിച്ചും പറയാം. തിരിച്ചെങ്ങനെ പറയാം? What is the ratio of different masses of X combining with fixed mass of Y? അപ്പൊ ഇവിടെ ഞാൻ പറയുന്നു 4 gram Y 1 gram X ആണെങ്കിൽ ഇവിടെ 4 gram Y എടുത്താൽ 4 gram X ആയിരിക്കും. ഇവിടെ 4 എടുത്താൽ ഇവിടെ 4 ആയിരിക്കും. തിരിച്ചു പറയാം. What is the ratio of different masses of X combining with fixed mass of Y? 4:1 ratio. Either way I can see. It will be a simple whole number ratio. Is it okay? അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എൻട്രൻസിനൊക്കെ ക്വസ്റ്റ്യൻസ് വരിക. So this data illustrates എന്നാ ചോദ്യം. This data illustrates law of multiple proportion. Correct law കണ്ടുപിടിച്ച് എഴുതണം അവിടെ. Law of multiple proportion. Is it okay? Is it okay? Yes, sir. അതേ സമയം എന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 40 gram of a compound formed between two elements X and Y on complete decomposition released. ഇത് തന്നിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയാണ് 16 gram of X completely reacted with Y to produce 32 gram of a compound. Second experiment. I just changed it now. ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തൂടെ? അടുത്ത ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു. എന്താ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ ഇട്ടു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു in another experiment when X and Y were allowed to react to form a compound, 16 gram of X completely reacted with Y to produce 32 gram of a compound. അങ്ങനെയാക്കി ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യത്തേല് 40 ഗ്രാമിൽ നിന്ന് 20 gram X വന്നു 1:1. രണ്ടാമത്തേലോ ഇപ്പോ 16 gram X കംപ്ലീറ്റ് ആയിട്ട് Y ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് 32 gram കോമ്പൗണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേല് എത്ര ഗ്രാം Y ആയിരിക്കും റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക? 16 gram തന്നെ. അപ്പൊ രണ്ടാമത്തേല് മാസ് റേഷ്യോ എന്താണ്? 1:1. അപ്പൊ ഇതിൽ നിന്ന് നമ്മളുടെ കൺക്ലൂഷൻ എന്താണ്? റിഗാർഡിംഗ് കോമ്പൗണ്ട് 1 ആൻഡ് കോമ്പൗണ്ട് 2. വെരി ഗുഡ്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എഴുതി കാണിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്. അപ്പൊ നമ്മളുടെ കൺക്ലൂഷൻ എന്താണ്? ഇവിടെയും 1:1 റേഷ്യോ, ഇവിടെയും 1:1 റേഷ്യോ. അപ്പൊ ഏതൊക്കെ സോഴ്സ് ആണെങ്കിലും രണ്ട് കോമ്പൗണ്ട്സും സെയിം ആണ്. ബിക്കോസ് they obey law of definite proportion. Because here also 1:1 ratio here. So they are same compound. ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ പറഞ്ഞ കോമ്പൗണ്ടും സെക്കൻഡ് എക്സ്പെരിമെന്റിൽ പറഞ്ഞ കോമ്പൗണ്ടും സെയിം ആണ്. സോഴ്സ് ചെയ്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, സെയിം കോമ്പൗണ്ട്സ്. അപ്പൊ ഇവിടെ ചോദിക്കുകയാണ് ദിസ് ഡാറ്റ ഇല്ലസ്ട്രേറ്റ്സ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കും? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ തിരഞ്ഞെടുക്കും. തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യനില് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആയിരുന്നു ആൻസർ. ഇപ്പൊ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ് ആൻസർ. So I'm concluding with one more example. Let me give you one more example. N2O, NO, N2O3, NO2, N2O. I have written different oxides of nitrogen here. കുറെ നൈട്രജനും ഓക്സിജനും നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുള്ള കുറെ കോമ്പൗണ്ടുകൾ എഴുതിയിട്ടുണ്ട്. ചോദ്യം ഇത് സെയിം ആണോ ഡിഫറെന്റ് ആണോ എന്നുള്ളതാണ്. ആദ്യത്തെ N2O നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ് വെരി ഗുഡ്, ഡിഫറെന്റ് എഴുതി കാണിച്ചു കഴിഞ്ഞു. അടുത്തത് നൈട്രിക് ഓക്സൈഡ് NO, നൈട്രിക് ഓക്സൈഡ്. അടുത്തത് ഡൈ നൈട്രജൻ ട്രൈ ഓക്സൈഡ്. നെക്സ്റ്റ് വൺ നൈട്രജൻ ഡൈ ഓക്സൈഡ്. And last one, dinitrogen pentoxide. Nitrous oxide N2O, nitric oxide NO, dinitrogen trioxide N2O3,
nitrogen dioxide NO2, dinitrogen pentoxide N2O5. അപ്പൊ ആദ്യത്തെ കോമ്പൗണ്ടിൽ 2N ആണുള്ളത്. അപ്പൊ എന്നിന്റെ അറ്റോമിക് മാസ് എത്ര പേർക്ക് ഞാൻ പറഞ്ഞു കുറെ നമ്മൾ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാൻ തുടങ്ങണം കോമൺ ആയിട്ടുള്ള എലിമെന്റ്സിന്റെ. നൈട്രജന്റെ അറ്റോമിക് മാസ് ഓർമ്മ വരുന്നുണ്ടോ? 14. 2 into 14. ഇവിടെ 28 ഗ്രാം നൈട്രജനും ഓക്സിജന്റെ മാസുകൾ എഴുതിയിടുകയാണ്. 28 gram nitrogen എടുത്താൽ it will combine with 16 gram oxygen, right? Nitric oxide lo 14 gram nitrogen can combine with 16 gram oxygen. Dinitrogen trioxide lo 28 gram combines with 3 into 16, 48 gram oxygen. Nitrogen dioxide lo 14 gram combines with 32 gram oxygen. And finally, dinitrogen pentoxide, 28 gram combines with 80 gram oxygen, 16 into 5. I'm trying to take fixed mass. Let's take fixed mass of nitrogen. Here 28 gram, 16 gram. So in the second case, 14 gram, 16 gram, therefore 28 gram. Second case, ഞാൻ 28 gram nitrogen എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ 14 ഗ്രാമിന് പകരം 28 gram എടുത്താൽ സെക്കൻഡ് കേസിൽ 32 gram. അടുത്തത് 28, 48. അടുത്തത് 14, 32. അപ്പൊ ഞാൻ ഇവിടെയും 28. I'm taking fixed mass of nitrogen everywhere. ഇവിടെയും 28 എടുത്താൽ 64 gram ആയി. And finally 28, 80. If I take fixed mass of nitrogen, എല്ലായിടത്തും fixed mass 28 എടുത്താൽ, what is the ratio of different masses of oxygen in these 5 cases? It is 16:32:48:64:80. All are divisible by 16. What is the simplest ratio? എല്ലാം 16 കൊണ്ട് divisible ആണ്. അപ്പൊ 1:2:3:4:5. Simple whole number ratio. എനിക്ക് തിരിച്ചു പറയാം. എങ്ങനെയാ തിരിച്ചു പറയുന്നത്? ഓക്സിജന്റെ ഒക്കെ 80 ആക്കി നോക്കുക, ഓക്സിജന്റെ സെയിം ആക്കുക. അപ്പൊ അതിനനുസരിച്ച് നൈട്രജന്റെ മാറും. അപ്പൊ ഫിക്സ്ഡ് മാസ് ഓഫ് ഓക്സിജൻ ആക്കുക എല്ലാവരെയും. അപ്പൊ അതിനനുസരിച്ച് നൈട്രജന്റെ മാറും. അപ്പൊ നമുക്ക് അതിന്റെ റേഷ്യോ അതിനായിട്ട് ഡിഫറെന്റ് മാസസ് ഓഫ് നൈട്രജൻ ചെയ്ത് നോക്കുക. എങ്ങനെ കിട്ടുക? 5:4:3:2:1 തിരിച്ചു കിട്ടും റേഷ്യോ. ചെയ്ത് നോക്കുക. ഓക്സിജൻ ഫിക്സ്ഡ് ആക്കിയിട്ട് what is the different masses of nitrogen നോക്കുക. അപ്പൊ നിങ്ങൾക്ക് സെയിം റേഷ്യോ തിരിച്ചു കിട്ടും. 5:4:3. അപ്പൊ ഡിഫറെന്റ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ illustrate which law? Different law of multiple proportion. Very good. Law of multiple proportion. Carbon monoxide and carbon dioxide, CO2 and CO, illustrate law of multiple proportion. CO2 la 12 gram carbon, 32 gram oxygen. 1:12 gram carbon, 32 gram. 1:2 അല്ല വരിക, 3:4 റേഷ്യോ വരും. അതേസമയം CO വരും. CO2 3:8 അല്ലേ വരിക. ചെയ്ത് നോക്കാം. CO2 12:32, 3:8 കിട്ടും മാസ് റേഷ്യോ. CO 12:16, 3:4. Fixed mass of carbon 3 gram എടുത്താൽ different masses of oxygen 8:4 അഥവാ 2:1. You can also say the other way round. അപ്പൊ നമ്മള് we have gone through all the laws കൂടെ പോയിട്ടില്ല. 3 laws of chemical combination, law of conservation of mass ചെയ്തു, proposed by Antoine Lavoisier. Law of definite proportion ചെയ്തു, proposed by Joseph Proust. And finally law of multiple proportion ചെയ്തു, proposed by John Dalton. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒരു ലോ കൂടി പഠിക്കും. അവോഗാഡ്രോസ് ലോ പഠിക്കാം. അവോഗാഡ്രോ ലോ ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് വോളിയം റിലേറ്റഡ് ആണ് ആ ലോ. വോളിയം റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ആ ലോ applicable for gaseous substances ആണ്. അടുത്ത ക്ലാസ്സിൽ we start with അവോഗാഡ്രോസ് ലോ. അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്.
ഈ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്യും. ഹോംവർക്ക് ഒക്കെ സെയിം ഡേ തന്നെ ചെയ്ത് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഞാൻ ആകെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആ തരുന്നത്, അപ്പൊ അതിൽ ഡിലേ വരുത്തരുത്. ഞാൻ ഒരു 1 അവറിനുള്ളിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് സെൻഡ് ചെയ്യും. അപ്പൊ സാറ് ശ്രീജിത്ത് സാർ അത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കും ക്വസ്റ്റ്യൻസ്. അത് കിട്ടിയാൽ നിങ്ങൾ ഡിലേ വരുത്തരുത്.